ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിഭവമാണ് സാൻഡ്വിച്ച്. സിമ്പിളാണ്, പെട്ടെന്നാക്കാം, പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തത് 3 പുഴുങ്ങിയ മുട്ടയും 1 ക്യാരറ്റും 1 ഉള്ളി, ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ആഡ് ചെയ്യുക. മയണൈസ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ നമുക്ക് ഇതിലേക്കെല്ലാം അത് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ മല്ലിയില ഇട്ടു. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് പാകത്തിന്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കിനി ബ്രെഡിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞത്. വീഡിയോ കഴിഞ്ഞ് മോന് കൊടുത്ത് പിന്നെ ഞങ്ങൾ കഴിക്കാൻ നേരത്ത് ഞാൻ സൈഡൊന്നും കട്ട് ചെയ്തില്ല. അങ്ങനെ അതിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ജസ്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മയണൈസ് തേച്ച് കൊടുത്തു. ഈ മയണൈസ് തേച്ച് കൊടുക്കുന്നതും ഞാൻ ഓപ്ഷണലായിട്ടാണ് ചെയ്തത്, വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ കഴിച്ചപ്പോൾ ഡയറക്റ്റ് ആ സ്റ്റഫ് നേരെ ബ്രെഡിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എന്താ പറയുക, ക്ലോസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. എല്ലാ സൈഡും ഒരുപോലെ ആക്കി. ഇത് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല, ബ്രെഡ് പുതർന്നു പോവും. അപ്പോൾ ഇതാക്കി അപ്പം തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ കഴിക്കാൻ നേരത്ത് മാത്രം റെഡിയാക്കിയാൽ മതി. മുന്നേ ആക്കി വെച്ച ബ്രെഡ് ഈ മയണൈസും ഇതും കൂടെ ആയിട്ട് നമുക്കത് അത് പുതർന്നു പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട് പറയണം. താങ്ക്